നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. എന്താ അറിയോ, നമ്മുടെ ഫാമിലി 500 സബ്സ്ക്രൈബേഴ്സ് 500 പേരായി മാറിയിരിക്കുകയാണ്. അതായത് ശ്രേയ നായർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റായി. നല്ല സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഇതൊരു മലയാളം യൂട്യൂബ് ചാനലാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ഹിന്ദി സംസാരിക്കുന്ന നാട്ടിലായതുകൊണ്ട് ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷ ചിലപ്പോൾ ഇടയിൽ കയറി വരാം. നിങ്ങൾക്ക് ചൈനയിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മലയാളത്തിൻ്റെ കൂടെ ചൈനീസ് ചിലപ്പോൾ വരും. അപ്പോൾ മലയാളം കോമൺ ആണ്. ഇതൊരു മലയാളം ചാനലാണ്. ഭാഷ ചിലപ്പോൾ ഇടയിൽ ചിലപ്പോൾ കയറി വന്നൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. എൻ്റെ ഹൈലൈറ്ററിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? ഇതൊരു ഫൗണ്ടേഷൻ്റെ കുപ്പി ഈ മേക്കപ്പ് പൗച്ചിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് പൗച്ച് എടുത്തിട്ട് അവളെടുത്ത് എറിഞ്ഞു. ആര്? എൻ്റെ ഒരു കുഞ്ഞു സുഡാപ്പിയില്ലേ അവള്. എന്നിട്ട് ഫൗണ്ടേഷൻ പൊട്ടിപ്പോയിട്ട് അതൊക്കെ ഇതിൽ മിക്സ് ആയിട്ട്, പിന്നെ ഐബ്രോ പാലറ്റിൻ്റെ ആ ബ്ലാക്ക് സംഭവങ്ങൾ കുറച്ച് മിക്സ് ആയിട്ട് എൻ്റെ ഹൈലൈറ്ററിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഭയങ്കര മോശമാണ്. ഇത് കണ്ട, ഇത് മറ്റേ പ്രൈമറാണ്. പ്രൈമറൊക്കെ ഞാനാവും പുറത്ത് കാണിക്കാൻ കൊള്ളില്ല, അത്രയും മോശം. ഇത് ഡയപ്പർ റാഷ് ക്രീം. ഇതൊക്കെ എനിക്ക് തുടച്ച് വൃത്തിയാക്കണം. ഇത് എടുക്കാൻ പറ്റില്ല, ഫുള്ള് ഉടച്ച് ചില്ലുണ്ടോയെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇങ്ങനെ വരും. അപ്പം അങ്ങനെയാണ് എൻ്റെ മേക്കപ്പ് സാധനത്തിൻ്റെ അവസ്ഥ. ഇതൊരു പ്ലാൻഡ് വ്ളോഗല്ല. ഇങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ ഒരു സന്തോഷം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ തന്നെ വ്ളോഗ് ചെയ്യാം. കയ്യിൽ ട്രൈപോഡ് ഉണ്ട്, മൈക്കുണ്ട്, വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് ഹലോ ഗായ്സ് എന്ന് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് അത്ര ആയിട്ടില്ല. ഇപ്പോൾ 0 കോൺഫിഡൻസ് ആണ്. കാരണം ക്രിഞ്ചാണ് അല്ലേ, ഭയങ്കര ക്രിഞ്ചാണ് നമ്മളിങ്ങനെ സംസാരിക്കും. ഈ ഫോണിനകത്ത് താരമുള്ളതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കും കൂടുതലുള്ള എത്ര സബ്സ്ക്രൈബേഴ്സ് എന്താന്ന് ചോദിക്കുമ്പോൾ 300 എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ 300 അല്ല, 300 വലിയൊരു കാര്യമാണ്. കാരണം ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് അല്ലേ. അപ്പോൾ കാരണം ഇപ്പോൾ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 50 പേരും യൂട്യൂബേഴ്സ് ആണ് ഇന്നത്തെ ഒരു നിലവിൽ സെറ്റപ്പ് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 10 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ചെയ്യാണ്. അപ്പോൾ അതിൽ റിസൾട്ട് കിട്ടുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് 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 സന്തോഷമുണ്ട്. വാല് നിർബന്ധമാണ്, അത് ഏത് കോസ്റ്റ്യൂമാണെങ്കിലും. ഇപ്പം നിങ്ങളെ നോക്കും, ഇങ്ങോട്ടോ മങ്ങിയുണ്ടോ വീഡിയോ അങ്ങനെ ചോദിക്കും. എന്നിട്ട് മങ്ങിയുണ്ടോ അമ്മ അങ്ങനെ ചോദിക്കും. നമ്മുടെ വീഡിയോൻ്റെ ഇന്നത്തെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് ആയതിന് താങ്ക് യു പറയാൻ വേണ്ടിയിട്ടാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചെറിയൊരു കുഞ്ഞൊരു സംഭവം ഒരു 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ ഈ 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ എന്തിനാ ഇത്ര ഓവറാക്കണേന്ന്. പക്ഷെ എനിക്ക് ഈ 500 സബ്സ്ക്രൈബേഴ്സിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സണെ എനിക്ക് പേഴ്സണലി അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഈ ആൾക്കാർ ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഒരു 10 പേര് എൻ്റെ ഫാമിലി ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തല്ല അല്ല എൻ്റെ ഫാമിലി. അവർ ഇങ്ങനെ കണ്ടപ്പോൾ ഇവള് എന്തോ കാണിക്കണ്ടല്ലോ എന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ്. അപ്പോൾ അതല്ലാതെ ബാക്കിയുള്ള ഈ 400 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആരാ എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക. ശ്രേയ നായർ എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ എൻ്റെ ID ഉണ്ട്, അപ്പോൾ അവിടെ പോയി ഒന്ന് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ മെസ്സേജ് ഓപ്ഷൻ ഇല്ലല്ലോ, യൂട്യൂബിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങളുടെ പേരൊന്ന് പറയുക. ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ലൈഫിൽ, യൂട്യൂബ് ലൈഫിൽ വലിയൊരു പൊസിഷൻ ഉണ്ടാവും. ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എനിക്കൊരു പ്രത്യേക ഇഷ്ടക്കൂടുതൽ ഉണ്ടാവും. ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് പറയുന്നത് കേരളമാണ്. അത് ഈ രാജ്യത്തിൻ്റെ ഏത് മുക്കിലാണെങ്കിലും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ നാട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയുമാണ്. ഇതെൻ്റെ ഒരു പ്രൊഫഷനല്ല, ഇതെൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ ലെറ്റ്സ് ട്രൈ നോക്കാം അല്ലെ. ട്രൈ ചെയ്താലും ഇല്ലെങ്കിലും ഒരു 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ എനിക്കുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക എന്നൊക്കെയാണല്ലോ യൂട്യൂബേഴ്സ് പറയേണ്ട ഒരു സംഭവം. അത് ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ റീസൺ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ്. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു ചാനൽ തുടങ്ങാം, അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാം, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്സ് ഇടാം, പെട്ടെന്ന് തന്നെ ഗ്രോ ആയിക്കോളും എന്നൊന്നും ചിന്തിച്ചിട്ടൊരു തുടങ്ങിയൊരു ചാനലല്ല ഇത്. എത്രയോ വർഷമായി മറ്റേ ടിക്ടോക്ക് നിർത്തിയ ആ കാലം തൊട്ട് ചിന്തിക്കുന്നതാണ് യൂട്യൂബ് തുടങ്ങാം. പക്ഷെ അത് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം എനിക്കുണ്ടായിരുന്നില്ല. 2 വർഷം മുന്നേ UK ഉണ്ടായിരുന്ന സമയത്ത്, അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു
ഇവിടെ നിന്ന് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ ഉള്ളൊരു കോൺഫിഡൻസോ ഒരു നമ്മളൊന്നും ചെയ്താൽ ശരിയാവില്ല, നമ്മളെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനാണ്, അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി ആയിരുന്നു അന്ന്. യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റായിട്ടൊരു വീഡിയോ ഇടാൻ അങ്ങനെ ഒരു ചിന്ത വന്നത് ഒരു കൊച്ചു ആയതിന് ശേഷമാണ്, ഒരു വാവായതിന് ശേഷം ഒരു ചങ്കുറ്റം വന്നതാണ് എനിക്ക്. ഇങ്ങനത്തെ ആ ഒരു വൈബ് തുടങ്ങിയതാണ്. അങ്ങനെ വലിയൊരു സംഭവം നമ്മൾ ഫേസ് ചെയ്തു. അപ്പോൾ വേറെ ഒന്നും നമുക്ക് അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നില്ല. ആരെന്ത് ചിന്തിച്ചാലും ഒരു തേങ്ങയില്ല എന്നുള്ളൊരു മൈൻഡ് വരും. ചാനൽ ആയില്ലെങ്കിൽ ആയില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സംഭവത്തിന് ശേഷം വരും. അങ്ങനെ എനിക്ക് വന്നു. അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഒരു വീഡിയോ ഇട്ടാൽ പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചാനൽ തിരിഞ്ഞു നോക്കുക. പക്ഷെ അങ്ങനെയല്ല, ഒരു ചാനൽ തുടങ്ങി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും കയറിപ്പോയ ചാനൽസ് എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ എനിക്കറിയുന്ന കുറച്ച് പേരുടെ ചാനൽസ് എനിക്കറിയാം. വെറും 4 വീഡിയോസിലൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു വാച്ചേഴ്സ് ഒക്കെ ഉള്ള ക്വാളിറ്റി കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുള്ള കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കയറിയ ചാനൽസ് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ടിരുന്ന് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു ചാനൽ ഒരു ഇതല്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് നിന്ന് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ നല്ല രീതിക്കൊക്കെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയ ഒരു പൈസ എന്ന് പറയാനായിട്ട് ഒരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ച അതും യൂട്യൂബിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല. യൂട്യൂബിൽ യൂസ് ആയില്ലെങ്കിൽ എനിക്ക് ഇതിനകത്തൊരു മറ്റേ റിമോട്ട് സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഞാനും വീട്ടും ഒറ്റയ്ക്കാണല്ലോ വീട്ടിൽ താമസം. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്ത് തരാൻ നമുക്ക് തന്നെ എടുക്കാൻ പറ്റുമല്ലോ, പോർട്രേറ്റിൽ നല്ല ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിചാരിച്ചിട്ട് ട്രൈപോഡ് വാങ്ങിച്ചതാണ്. ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. എവിടെ നിന്നോന്നില്ലാതെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടാണ്ടാവുമോ അത് എനിക്കറിയില്ല. അപ്പോൾ ഒരു നെഗറ്റീവ് അടിയില്ല. എന്തായാലും ശ്രമിച്ചത് ഒരു കൈ നോക്കി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നെ ഗൈഡ് ചെയ്യൂ, നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യൂ, നിങ്ങളാണ് എൻ്റെ എല്ലാം. സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്ത ഈച്ച് ആൻഡ് എവറി പേഴ്സൻ്റെ അടുത്ത് എൻ്റെ ഉള്ളിന് താങ്ക്സ്. പിന്നെ ഞാൻ ശ്രമിക്കാം കണ്ടൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഒരു കൺസിസ്റ്റൻസി എൻ്റെ ഭാഗത്തു നിന്ന് ആരും ദയവ് ചെയ്ത് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റമാണ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം ഡിസംബർ 13 കേട്ടോ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 13 എന്ന് പറഞ്ഞൊരു ദിവസം എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു നമ്പറാണ്. പക്ഷേ ഞാൻ വാവയ്ക്ക് പാലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. മുന്നിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഫ്രീ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ചാനൽ തുടങ്ങിയാലോ. അങ്ങനെ അപ്പോൾ ഉണ്ടാക്കിയ ഒരു ചാനലാണിത്. എന്നിട്ട് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്ന റീൽസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് 100 വ്യൂസും 200 വ്യൂസും അങ്ങനെ ഒരു വ്യൂസ് ഒരു റീല് 1K എന്തോ എത്തി. അപ്പോൾ എനിക്ക് കൊള്ളാലോ അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒന്നും കൂടുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഇൻസ്റ്റയിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഷോർട്സായി, അവിടെ റീൽസ് ഇവിടെ ഷോർട്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് ഒരു ദിവസം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെയാണല്ലോ, വെർട്ടിക്കലി അല്ലേ ഷൂട്ട് ചെയ്യുക, ഹൊറിസോണ്ടൽ 16:9 ആ റേഷ്യോയിൽ ഞാൻ ചുമ്മാ അങ്ങനെ ഷൂട്ട് ചെയ്തു. പക്ഷെ അപ്പോൾ ഞാൻ വോയിസും കൊടുത്തില്ല, സംസാരിച്ചതൊന്നും ചെയ്തില്ല. കാരണം 0 കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കാരണം ഓഡിയൻസ് ഇല്ല, നമുക്ക് കമൻറ്റ്സ് ഇല്ല. നമ്മളിങ്ങനെ ഹായ് ഗായ്സ് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഗായ് നമുക്ക് കമൻറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വലിയ സംഭവമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പുതിയൊരു ചാനൽ തുടങ്ങി അതിന് വേണ്ടിയിട്ട് ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ മനക്കട്ടി അപാരമാണ്. ചെറിയ മനക്കട്ടി അല്ല അതിനാവശ്യം. ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനും നല്ല പണിയുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം 4 വീഡിയോസിൽ തന്നെ എന്താ പറയുക ഒറ്റയടിക്ക് കയറിപ്പോവും. ഇങ്ങനെ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യുക, എങ്ങനെ വോയിസ് എങ്ങനെ ക്വാളിറ്റി ചെയ്യുക, ഒരുപാട് ക്വാളിറ്റിയുടെ കളികളാണ് മെയിനായിട്ട് ഈ യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ ജേർണി ഭയങ്കര സ്ലോ ആണ്, എൻ്റെ യൂട്യൂബ് ജേർണി. അപ്പോൾ പക്ഷേ എനിക്കിഷ്ടമാണ്, ഇഷ്ടപ്പെട്ട് വരാമെന്നല്ല, ഫസ്റ്റായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഇടയ്ക്ക് ബോറടിക്കും എനിക്ക്, അപ്പോൾ ഞാൻ നിർത്തിപ്പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കയ്യിൽ സ്റ്റോക്ക് ആകുമ്പോൾ അതൊരു ഷോർട്സ് ആയിട്ട് ഇടും. അപ്പോൾ അതിനൊരു 1K 2K വ്യൂസ് കിട്ടും. അത് അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എവിടെ നിന്നൊക്കെയോ ആയിട്ടുണ്ട്.
അതിങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാൻ വേണ്ടിയിട്ട് ഇട്ടതല്ല വീഡിയോ, എനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇടുന്നതാണ്. എനിക്ക് വ്യൂസാണ് മെയിൻ, എത്ര പേര് നമ്മുടെ വീഡിയോ കണ്ടു എന്നുള്ള അത് കാണുമ്പോൾ സന്തോഷമാണ്. നമ്മുടെ കണ്ടൻറ്റ് നന്നാവണം എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും ഇല്ല. പക്ഷേ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഷൂട്ട് ചെയ്ത് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യണത് എളുപ്പമുള്ളൊരു പരിപാടിയല്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. 500 സബ്സ്ക്രൈബേഴ്സായി. നാളെ എനിക്ക് പിച്ചളയുടെ ഒരു ചെമ്പിൻ്റെ ഒരു പ്ലേ ബട്ടൺ യൂട്യൂബ് എനിക്ക് അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരാം. പിന്നെ എനിക്ക് അറിയാൻ താല്പര്യമുള്ള വേറൊരു കാര്യമാണ് നീഷെ കണ്ടൻറ്റ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിലുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വോയിസ് ഓവർ ഇട്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം അതാണോ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണേ? അത് മുംബൈയിലെ ഞാൻ എന്താ ഇതിൽ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്നാക്കും. അല്ലെങ്കിൽ കാരണം എന്ത് വീഡിയോ ഇട്ടാലും ഞാൻ വെറുതെ എങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ്, മെസ്സി ഡേ ഇൻ മൈ ലൈഫ്, ലേസി ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഉഡായിപ്പ് ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ ഒരു വ്ളോഗ്സാണ്. അപ്പോൾ എന്താണ് എൻ്റെ അടുത്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണേന്ന് ഒന്ന് പറയാൻ ഒരാളെങ്കിലും പറയണം. 5-6 വ്ളോഗ്സ് ഇട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനത്തെ ആളാണ് ഈ ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കാം. കഴിഞ്ഞൊരു മാസമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് കമൻസും കുറച്ച് ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ പോകുന്ന പോലെ യൂട്യൂബിലും പോയി തുടങ്ങിയെന്ന് മനസ്സിലായി. അതായത് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 150 ആണ്. അതിൽ കൂടുതൽ ചില വീഡിയോസ് പോയാൽ 250. ഏതോ 2-3 വീഡിയോസ് എന്താ 200 വ്യൂസ് ക്രോസ് ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. 1K വ്യൂസ് ഇതുവരെ ഹിറ്റായിട്ടില്ല. പിന്നെ ഷോർട്സിൽ അത്യാവശ്യം 1K മിനിമം വ്യൂസ് ഉണ്ട്. ചില അടുപ്പിച്ചടുപ്പിച്ച് ഷോർട്സ് ഇട്ട് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ചില വ്യൂസ് 20 വ്യൂസും 15 വ്യൂസും ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഷോർട്സിൻ്റെ കളികൾ. ഇതാണ് A2. യെസ്, ദിസ് ഇസ് A2, ദിസ് ഇസ് കുട്ടു. അപ്പോൾ ഞങ്ങളുടെ ശരിക്കുള്ള പേര്, എൻ്റെ പേര് ശ്രേയ എന്നാണ്. എൻ്റെ പേര് റോണിത്. പുള്ളിക്കാരൻ്റെ പേര് റോണിത്ത് എന്നാണ്. റോണി എന്നാണ് വിളിക്കുക എല്ലാവരും. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു വീഡിയോയിൽ എപ്പോഴും ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ റോണീനെ അങ്ങനെ ആഡ് ചെയ്യാറൊന്നുമില്ല. ഇതാണ് A2, ഇതാണ് കുട്ടു. അപ്പോൾ A2 മുടി വെട്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. കുളിക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ പിടിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുക്കുകയാണ്. വീഡിയോയിൽ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല, കാരണം A2 അങ്ങനെ കാണാറൊന്നുമില്ല. A2 എൻ്റെ പേഴ്സണൽ എൻ്റെ ഫോറെവർ ക്യാമറമാനാണ്. നിങ്ങൾ കാണുന്ന വ്ളോഗിലും ഷോർട്സിലും പലതും ഷൂട്ട് ചെയ്യുന്ന ആളാണ് ഈ നിൽക്കുന്നത്. നമ്മളെ കുറിച്ച് പറയാം. നമ്മൾ ആരാന്ന് പറയാം. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു എടാപോടാ ബന്ധം ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഏട്ടനെ വിളിച്ചിരുന്നത് റോണു ചേട്ടൻ എന്നാണ്. പിന്നെ അത് എന്തോ പോലെ എനിക്ക് തോന്നിയിട്ട് ആ ചേട്ടൻ എന്നുള്ളത് A2 ആയി മാറി. എപ്പോഴോ അങ്ങനെ മാറിപ്പോയി. അത് മാറിയത് എൻ്റെ വീടിന്റെ അവിടുത്തെ അലക്കുകല്ലിന്റെ അവിടെ വെച്ചിട്ടാണ് മാറിയത്. A2 എന്നെ വിളിച്ച ഫസ്റ്റ് കോള് സ്ക്രീൻഷോട്ട് ഞാൻ മറ്റേ A2 സ്കൂട്ടേഴ്സ് ഫാമിലിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അലക്കിക്കൊണ്ടിരിക്കല്ല, A2 വിളിച്ചപ്പോ ഒരു പ്രൈവസിക്ക് വേണ്ടിട്ട് ബാക്കില് അലക്കിന്റെ ആ സ്ഥലത്ത് പോയിട്ട് മറ്റേ അടക്കയുടെ മരം ഉണ്ടായിരുന്നു. അതിന്റെ ഇല പൊട്ടിച്ച് ഇങ്ങനെ താഴെ ഇട്ടിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറെ ഇല താഴെ വീടുണ്ടായിരുന്നു. അറേഞ്ച്ഡ് മാരേജ്, ലവ് മാരേജ്, അത് പിന്നെ പറയല്ല. അതിന് നമ്മുടെ മാരേജ് അറേഞ്ച്ഡ് ആണോ ലവ് ആണെന്നൊക്കെ പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ചാനലിൽ ഗ്രോ ആവാണെന്നുണ്ടെങ്കിൽ അപ്പൊ പറയാം. എന്തായാലും പറയുമല്ലോ. Q&A വീഡിയോ ഉണ്ട്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. Q&A. അപ്പൊ അങ്ങനെ. പിന്നെ വേറൊന്നുമില്ല പറയാൻ. അപ്പൊ വേറെ പറയണ്ട. പിന്നെ വേറെന്താ? ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ പറയല്ല. വേറെന്താ? ഇങ്ങനെയൊക്കെ സുഖം.
അവിടെ എങ്ങനെ സുഖാണല്ലോ അല്ലേ? ഇന്ത്യൻ സ്പൈ ആ വീഡിയോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. ഇനിയും അതുപോലെ നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ എടുക്കാൻ നോക്കും. യെസ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഏറ്റവും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ റീസൺ ഞാൻ ചാനലിൽ ആദ്യമായിട്ട് ചാനലിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത് ഷോർട്സിലും റീൽസിലും ആക്റ്റീവാണ്. വ്ളോഗിൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇനി അവിടുന്ന് അങ്ങോട്ട് ഏറ്റവും ഉണ്ടാവും. ഇത്ര നാളും ഉണ്ടായിരുന്നു, പക്ഷെ ക്യാമറയുടെ പിന്നിലായിരുന്നു എന്ന് മാത്രം. ഇനി ക്യാമറയുടെ മുന്നിലും വരാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി അവിടുന്ന് അങ്ങോട്ട് റീച്ച് ഒന്നും ഇല്ലെങ്കിൽ 500 തന്നെ ഫിക്സ് ആയിട്ട് നിൽക്കുക. വേറെ കാര്യം, എന്തായാലും ഈ 500 സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ ഏറ്റുസും കുട്ടൂസും ലോയൽ ആയിരിക്കും. വേറെ ഉള്ളത് Q&Aയിൽ പറയാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എങ്ങനെയാണ് നിങ്ങൾ സംസാരിച്ചാണ് നമ്മുടെ ഇത് പോവാ. നമ്മൾ മലയാളിയാണ്. ഏറ്റവും ഞാനും ജനിച്ചത് നാട്ടിലാണ്. ഞാൻ വളർന്നത് നാട്ടിലാണ്, പക്ഷെ ഏറ്റവും വളർന്നത് മുംബൈയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീടൊക്കെ മുംബൈയിലാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗിൽ ഇടയ്ക്ക് ഹിന്ദിയൊക്കെ കയറി വരും. നമ്മുടെ ഫാമിലിയിൽ ഹിന്ദിയൊക്കെ ഉണ്ട്, ഹിന്ദിയൊക്കെ ഉണ്ടാവും. ഓക്കെ, എനിക്കും ഹിന്ദി പഠിക്കണം. കുറച്ചൊക്കെ പറയും. തോടാ വരും, തോടാ വരും. ബാക്കി തോടാ വരുത്തണം. വിയുവിനെ സ്കൂളിൽ വിട്ടിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പറയാൻ പോവാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. Press the bell icon. Oh my god! അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് പൊട്ടിക്കണം, അമർത്തി പൊട്ടിക്കണം, അങ്ങനെ പറയും. അങ്ങനെ കേട്ടിട്ടുണ്ട്. അമർത്തി പൊട്ടിക്കണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. പ്രസ് ദ ബെൽ ഐക്കൺ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസ് ദ ബെൽ ഐക്കൺ മാത്രം കേട്ടിട്ടുള്ളൂ. മലയാളം കാണില്ല അല്ലെ? എന്ത് എന്തോ ഏറ്റവും കൊണ്ടും ഞാൻ തോറ്റു. ഓക്കെ, ശരി. അപ്പൊ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് us. സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.